സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ കാര്യം, ഇന്ന് പലപ്പോഴും പല നാടുകളിലും അശ്രദ്ധരായി പോകുന്നത് സാധാരണക്കാരുടെ മക്ബറകൾ സ്ത്രീകൾക്ക് അനുവദനീയമല്ല. ഇപ്പൊ നമ്മുടെ പള്ളിസ്ഥാനം ഖബർസ്ഥാനിലുള്ള മക്ബറ, അവിടെ എന്ത് ചെയ്യുക, സ്ത്രീകൾ വന്നിട്ട് എന്ത് ഇങ്ങനെ സിയാറത്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പള്ളികൾ വന്നിട്ട് മസാറകളിൽ വന്നിട്ട് സ്ത്രീകൾ വരിക, അത് ഇസ്ലാമിന് വിരുദ്ധമാണ്, അത് ശറഇന് വിരുദ്ധമാണ്. എന്താ അങ്ങനെ? അതവരുടെ ഹൃദയത്തിന് പ്രയാസമുണ്ടാക്കും. അവർക്ക് മാനസികമായി അത്രത്തോളം പുരുഷന്മാരുടെ അത്ര ഹൃദയത്തിന് ഒരു കട്ടി ഉണ്ടാവൂല, അവരുടെ മനസ്സിന് വളരെ പ്രയാസമുണ്ടാകുമെന്നാണ്. എൻ്റെ മനസ്സ് നല്ല കട്ടിയാണ്, അത് നല്ല കറക്റ്റാണ്. സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ കട്ടി വരും. അതുകൊണ്ടായില്ല ഒരാളുടെ ഹൃദയം അങ്ങനെ കട്ടിയാണ്, എൻ്റെ ഹൃദയം ഖബർ കണ്ടുകൊണ്ട് കുലുക്കമില്ല എന്ന് പറയുന്നതിലല്ല വിഷയം. ദീനൊരു വിഷയത്തിൽ പറഞ്ഞാൽ അത് പരിപൂർണമായി മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് സാധാ സീത ഖബറുണ്ടല്ലോ, നമ്മുടെ പള്ളിസ്ഥാനിലെ ഖബർ, വാപ്പാടെ ഖബർ, ഉമ്മാടെ ഖബർ, കൊച്ചുമ്മാടെ, എളാമ്മാടെ, മൂത്താപ്പാടെ ഖബർ റാത്തായിട്ട് കേട്ട് പൂത്തിരി രാത്രിയൊക്കെ കത്തിച്ച് വെച്ച് സെറ്റ് ചെയ്തിട്ട് അവിടെ പോയി അതൊരു പരിപാടിയാക്കുക, അത് പറ്റൂല. മഹത്തുക്കളുടെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഫൈനഹ തുദക്കിറുക്കുമുൽ ആഖിറ, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ച് ചിന്ത വരാൻ അത് കാരണമാണ്. അത് പുരുഷന്മാർക്ക് സുന്നത്താണ്, ഏത് മഹാന്മാരുടെയും സാധാരണക്കാരുടെയും. പാപ്പ ഉമ്മാക്ക് മരിച്ചാൽ വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹല്ലി വല്ലിയ ഹലാസ്, പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് യാസീനോദ്, ഖത്തമോദ്, ദിക്ർ ചെല്ലുക, 70,000 തഹ്ലീൽ ചൊല്ലി ഹദിയ ചെയ്യുക, ഖത്തം ഓതി കൊടുക്കുക, ഇതൊക്കെ സ്ത്രീകൾക്ക് പറ്റും. ഖബറിങ്ങ പോയിട്ടൊരു വെള്ളിയാഴ്ച റാഹത്തായിട്ട് പൂത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള പരിപാടി അത് ഇസ്ലാമികമല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോണം. അറിവില്ലാത്തതുകൊണ്ടായിരിക്കും. ആരെങ്കിലും ഒരാൾ തുടങ്ങി കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെന്ത് ചെയ്യും, അതിനെ നമുക്കും പോകാന്ന് പറയും. അങ്ങനെയല്ല, അത് നിർത്തണം, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതേസമയത്ത് പള്ളിയിൽ എന്തുണ്ട്, ഒരു മഹാന്റെ മക്ബറയുണ്ട്, ആ മക്ബറയുടെ ചാരത്ത് നമ്മൾ വന്നു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പ ഉമ്മാക്കൊക്കെ കൊണ്ട് ഒരു ഫാത്തിഹ അഷ്ടോതി ആയിക്കോട്ടെ. ഖബറിന്റെ അടുത്തോട്ട് പോയിട്ടുള്ള പരിപാടികൾ അത് പാടില്ല, സ്ത്രീകൾക്കൊന്നും നിഷിദ്ധാണ്. ഇതൊക്കെ ഷറഅ് കൃത്യമായി എന്ത് പറ്റും എന്ത് പറ്റില്ല ഒക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളായിട്ടൊന്നും തുടങ്ങി വെക്കണ്ട, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉള്ളത് കറക്റ്റായിട്ട് പോവാ. ഇഫ്രാത്തും വേണ്ട, തഫ്രീത്തും വേണ്ട, അതാണ് ഇസ്ലാമിന്റെ നിയമം. എന്ന് പറഞ്ഞാൽ 110 പോകണ്ട, 90 നിൽക്കണ്ട, കറക്റ്റ് 100 നിന്നാൽ മതി. നമുക്കങ്ങനെ 110 സുന്നി കുറച്ച് ഓവറായിക്കോട്ടെ, ഖബർ പറയണ്ട, എന്നാ പിന്നെ റാഹത്തിട്ട് എല്ലാ ഖബറും കെടുക്കുമ്പോൾ ഇസ്ലാമിൽ അത് പറ്റൂല. എന്നാ 90 ഇതിനൊന്നും പോകുന്നില്ല, നമ്മൾ ഈ പരിപാടിക്കൊന്നുമില്ല, വല്ല നെയ്ച്ചോറൊക്കെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് തന്നേക്ക് നേർച്ചയ്ക്ക് വരുമ്പോൾ, അതും പറ്റൂല. കറക്റ്റ് 100 നിൽക്കാൻ, മുകളിലോട്ടും പോകണ്ട. അതാണ് ലാ ഇഫ്രാത്ത വലാ തഫ്രീത്ത, ഇഫ്രാത്തും വേണ്ട തഫ്രീത്തും വേണ്ട. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നോക്കൂ നിങ്ങൾ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എത്ര ശ്രദ്ധയാണ് വെച്ചത്. സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വാപ്പ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുന്നിൽ പോകുന്നത് പോലെ അല്ല, പിന്നെ ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ, സ്വന്തം വീടാണ് എന്നിട്ട് പോലും, തനിക്കെല്ലാ അധികാരമുള്ള റൂമാണ്, എന്നിട്ട് പോലും മറ്റൊരു വ്യക്തിയെ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. ഖബറിനകത്താണ് അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയല്ല, അദ്ദേഹം ഒരു സാലിഹായ മനുഷ്യനാണ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ പോകുമ്പോൾ പൂർണ്ണമായി മറച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഫവല്ലാഹി മാ ദഖൽതു അലൈഹി ഇല്ലാ അന വസ്ദൂദത്തുൻ അലയ്യ സിയാബി, എന്റെ വസ്ത്രം കൊണ്ട് പരിപൂർണമായി മൂടിപ്പതച്ചിട്ടല്ലാതെ ഞാൻ പോയിട്ടില്ല. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. എന്നിട്ട് അവർ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അതാണ് മർമ്മപ്രധാനം. ഇന്ന് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയത്, ഇന്നത്തെ തലമുറകളിൽ ഇല്ലാതായി പോയത് അതാണ്. ഹയാഅം മിൻ ഉമറ, ഉമർ തങ്ങളോടുള്ള ലജ്ജയാണ് ഇതിന്റെ കാരണം, ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കാൻ ഹേതുവായത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഇന്ന് ആ ലജ്ജ എടുത്തുപോയി. അതാണല്ലോ ഇപ്പൊ കല്യാണത്തിന്റെ ചില സദസ്സുകളിൽ സ്ത്രീകൾ തന്നെ പറയാണ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ മതി. നല്ല തീരുള്ള കുടുംബമാണ്, സുന്നി കുടുംബമാണ്, മസലയൊക്കെ അറിയാം, മദ്രസയിലൊക്കെ പഠിച്ചാൽ, ഹയർ സെക്കൻഡറി വരെ പഠിച്ചാൽ, എല്ലാം ബിരുദവും കിട്ടി, ട്രോഫി വീട്ടിൽ ചില്ലി കൂട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന്റെ സമയം വരും പറയും, മോടെ കല്യാണം ഇവിടെ വെച്ച് നടത്തിയാൽ മതി, ഓഡിറ്റോറിയത്തിൽ മതി. അപ്പോൾ ഭർത്താവ്, നീ എന്താടി ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്കും കൂടെ കാണണ്ടേ, ഉള്ളാവല്ലോ. പിന്നെ ഇയാൾ മിണ്ടിയില്ല. രാവിലെ കൂമ്പിനിടി, വെറുതെ വഴക്കും ബഹളവും. അല്ലെ തന്നെ ഇപ്പം എല്ലാം അങ്ങനെയായി മാറിയിരിക്കുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞ് നന്നായില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്നാ ഇനി ഒരു പ്രശ്നത്തിന് പോകണ്ടെന്ന് കരുതിയിട്ട് ഭർത്താവ് സമ്മതിക്കുകയാണ്. മിക്കടുത്തും അങ്ങനെ തന്നെയാണ്. നല്ലൊരു സാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വന്നപ്പോൾ അവസാനം ഓഡിറ്റോറിയത്തിൽ ചോദിച്ചാൽ എന്തെങ്കിലും, പെണ്ണുങ്ങൾ സമ്മതിക്കണം, പെണ്ണുങ്ങൾ ഭയങ്കര വെച്ചപ്പാട്, പിന്നെ ഞാൻ വെറുതെ ഞാനകത്ത് ഇടങ്ങേറാണ്ടെന്ന് കരുതിയിട്ട് സംഭവിച്ചു. പെണ്ണുങ്ങളെ ഭരിക്കാൻ പിന്നെ ചെയ്യാൻ പറ്റും. ദീനിന്റെ വിഷയമാണ് ഈ പറയുന്നത്, ആലോചിച്ചോണം. അയ്ലിനുൻ നിക്കാഹ വജാലുഹാ ഫിൽ മസാജിദി ശഫീഉനാ റസൂലുള്ളാഹി, നിങ്ങൾ പള്ളിയിൽ വെച്ചാക്കണേ, അതൊരു പ്രത്യേകം ബറക്കത്തുണ്ട്. നബി തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? വെള്ളിയാഴ്ച ആകാൻ ശ്രദ്ധിക്കുന്നവർ എത്ര പേരുണ്ട്?
നിങ്ങൾ മറ്റുള്ള ചടങ്ങുകൾ വെച്ചോ, വലീമ വെച്ചോ, സൽക്കാരം വെച്ചോ, അതൊന്നും ഒരു വിഷയമല്ല. ഇതങ്ങനെയല്ല. ഇതെല്ലാവർക്കും കാണണം, 10 പേര് കാണണം, ഓഡിറ്റോറിയത്തിൽ വെച്ചാകണം, ഏതെങ്കിലും ഒരു വിദഗ്ധനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം, അങ്ങനെയൊക്കെ ആയിപ്പോയി. നമുക്ക് അതിലൊക്കെ വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇന്നത്തെ തലമുറയിൽ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അങ്ങനെ ആയിപ്പോയി. 10 മിനിറ്റ് നമ്മുടെ മഹല്ലത്തിലെ ഖത്തീബിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നല്ല ഒരാളെ കൊണ്ടുവന്നിട്ട് സംസാരിപ്പിച്ചോ. എവിടെ? ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്. സ്ത്രീകൾക്ക് അതിൻ്റെതായ ഒരു മറവ് കൊടുത്തിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക. ഇന്ന് ഓഡിറ്റോറിയത്തിൽ ഫ്രണ്ട് സഫിൽ ഇങ്ങനെ നിക്കാഹ് നടന്നാൽ തന്നെ ഇരിക്കുന്നതാരാ? സ്ത്രീകളാണ് വന്നിരിക്കുന്നത്. മലക്കൾ സാക്ഷിയാവുന്ന പോലെ റാഹത്തായിട്ട് പല കളറിലും പ്രകാശത്താൽ പ്രസിക്കപ്പെട്ടെന്നല്ലേ മലക്കൾ പറഞ്ഞു. അപ്പോൾ പ്രകാശം ഒഴിക്കുന്ന ആൾക്കാർ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് നിക്കാഹിന്റെ സദസ്സ്. ആരെങ്കിലും എഴുന്നേറ്റ് മാറുന്നുണ്ടോ? ഹയാഅം മിൻ ഉമറ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ ലജ്ജയാണ് അതിന് കാരണമായത്. ഞാൻ ഉമർ തങ്ങൾ, അദ്ദേഹം മരിച്ച് കബറിൽ കിടക്കുകയാണെങ്കിലും കബറിൽ കിടക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട് വിശ്വാസമുണ്ട്, അദ്ദേഹം എന്നെ നോക്കിക്കാണും, അതുകൊണ്ട് ഞാൻ പൂർണ്ണ മറ പാലിച്ചാണ് പിന്നെ അവിടെ കിടക്കാറുള്ളത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്. നമുക്ക് ഈ ഉമ്മത്തിൽ നിന്ന് ലജ്ജ പോയി. ലജ്ജയില്ല, അതുകൊണ്ട് എല്ലായിടത്തും പോവാൻ, ഇടിച്ചു കയറാൻ. ഓഡിറ്റോറിയത്തിൽ തന്നെ എന്താ അവസ്ഥ? ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം തുറക്കാനുള്ള ബോർഡും കൂടെ തുറക്കാൻ വേണ്ടി ഇടിച്ച് കുത്തി കയറാൻ, ഫ്രണ്ട് സഫ് പിടിക്കാൻ വേണ്ടി. അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ. എത്ര താല്പര്യം ആലോചിച്ചു. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ ഇദാ റുഫിഅ അശ്ശൈഉ റുഫിഅൽ ആഖറു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈമാനും ലജ്ജയും പരസ്പരം ബന്ധമുള്ളതാണ്, പരസ്പര പൂരകങ്ങളാ. ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും ഓട്ടോമാറ്റിക്കായി ഉയരുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. അഥവാ ലജ്ജ ഉയർത്തപ്പെട്ടാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ. ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ കാഫിറാണ്, കാഫിറാൻ. നിന്റെ ഈ ലജ്ജയില്ലാത്ത നടത്തം, ഈ ഓട്ടം, ഈ കടത്തം, ഈ രാപ്പകലുള്ളതാകുന്ന ഈ പായ്ച്ചിൽ മുഴുവനും എത്തിച്ചേരുന്നത് അവസാനം കുഫിരിയത്തിലേക്കാണ്, കുഫിരിയത്തിലേക്കാണ്. അലിമീങ്ങളെ ചീത്ത വിളിക്കാൻ നിനക്ക് മടിയില്ല, നിന്റെ നാവ് അതിനു വേണ്ടി പൊങ്ങുകയാണ്. ഉലമാക്കളെ ചീത്ത വിളിക്കുകയാണ്. എന്തിനാണ് മുസ്ലിയാർ ഇത് പറയുന്നത് എന്ന ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ലേ? അത് തന്നെ ഈമാനിന്റെ നഷ്ടമാണ്, നഷ്ടമാണ്. ആളുകൾക്ക് ഇപ്പൊ ഇന്ന് അങ്ങനത്തെ കാലഘട്ടമാണ്. സുഖിപ്പിക്കുന്ന പ്രസംഗമാണ് ഇഷ്ടം, കുറ്റപ്പെടുത്തുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. എപ്പോഴിങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുക. ആചാര്യ സുഖിപ്പിച്ചാലും പൊക്കി പൊക്കി അറശിന്റെ ചൂട്ടി കൊണ്ട് വെച്ചു കൊടുത്താൽ ആചാര്യ പോകറ്റിയിരിക്കുന്നത് കിട്ടും. കിട്ടുന്ന എന്താ? 10ന്റെ 10 നോട്ടാണ്. റൗണ്ട് ചെയ്ത് പെരുന്നാളിന് തരികയാണ്. കൈമടക്ക് കൊല്ലത്തിൽ തരുന്നതാണ്. പോയി നോക്കുമ്പോൾ 10ന്റെ 10 നോട്ടാണ്. അത് തന്നെ അങ്ങനെ തരുവുള്ളൂ. 100ന്റെ 1 നോട്ടായിട്ട് തരൂല. കാരണം കയ്യിലോട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ കട്ടിക്ക് കിട്ടണം, 5ന്റെ കട്ടി പോലെ. അങ്ങനെയുണ്ട് കൈമുടക്ക് കൊടുക്കുന്ന ചിലർ, ശ്രദ്ധിച്ചിട്ടുണ്ട്. 500 രൂപ കൊടുക്കും. ഉദാഹരണം പറയാം, 500 രൂപ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലെന്തു ചെയ്യും? ഒരു 10ന്റെ 10 നോട്ട് എടുക്കും. ബാക്കി 4 എണ്ണം 100ന്റെ നോട്ടും കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിക്കിരിക്കട്ടെ. നമ്മുടെ കൗമിന്റെ അവസ്ഥയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ദുനിയാവിലെ ആഖിറത്തിൽ അള്ളാഹു നമ്മുടെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ഇതിങ്ങനെ പുകഴ്ത്തിയാണ് വലിയ ഇഷ്ടമാണ്. കുറ്റം പറയുന്ന എല്ലാവർക്കും ഒരു വിഷമാണ്, എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷെ മാറണ്ടേ? ഞാനാ പറയുന്നത്, നമ്മൾ മറ്റു വിഷയമൊക്കെ പറയുമ്പോൾ ഭയങ്കര ദീൻ പറയും. നമ്മുടെ സ്വന്തം ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്ക്. നമ്മുടെ ഉള്ളറിയാവുന്ന ഒരുത്തൻ നമ്മളെ നോക്കിക്കാണുന്നുള്ള വസ്തുത അറിയാതെ പോകരുത്. ഇന്നല്ലാഹി യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ ഹൃദയത്തിന്റെ സർവ്വ കാര്യങ്ങളും, നെഞ്ചകത്തിലുള്ള ഏതെല്ലാം മറച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങളുണ്ടോ, ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, അതുവരെ അറിയാവുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഓർമ്മ വേണം. അതുകൊണ്ട് നന്നാവാൻ തീരുമാനിക്കുക. വയസ്സെത്രയാണെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചോ. നാട്ടുകാരോട് പറയുന്നതും വീട്ടുകാരോട് പറഞ്ഞതും ബന്ധുക്കളോട് പറഞ്ഞതും ഒക്കെ പല കളവായിരിക്കും, പല വയസ്സായിരിക്കും. ഓരോരുത്തർക്കും അവനവന്റെ സ്വന്തം പ്രായത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ടറിയാം. നമ്മൾ ഇനി മരണത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 60ലേക്ക് 70ലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? 60 കഴിഞ്ഞവർ എത്ര പേരുണ്ട്?
താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരബാധിച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ, മരണത്തിന്റെ വിളിയാളം വന്നു കഴിഞ്ഞു. ഏത് നിമിഷവും മരിക്കാം. ഒരൽപ്പം ശാരീരികമാകുന്ന കൂവത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരൽപ്പം മുതുകിന് വളവ് വന്നിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ അടുത്ത ദൂതം വന്നു കഴിഞ്ഞു. ഇപ്പൊ അതൊക്കെ നിനക്ക് വന്നു കഴിഞ്ഞു. നീ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് മരണത്തെ പ്രതീക്ഷിച്ച് നിലകൊള്ളുക. നമ്മൾ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്, നീ ഒരു വിദേശിയെ പോലെ വേണം ഈ ദുനിയാവിൽ നീ കഴിയാൻ. ഔ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ വേണം ഈ ദുനിയാവിനെ നീ കാണാൻ. എപ്പോ വേണമെങ്കിലും ഇവിടെ തമ്പടിക്കാനുള്ളതല്ല, ഇവിടുന്ന് പോകേണ്ടവനാണ്, യാത്ര പോകേണ്ടവനാണ്. പ്രവാസിയായ മനുഷ്യൻ നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്നത് പോലെ നീയും നിന്റെ സ്വന്തം നാടാകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നീ പ്രയത്നിക്കണം. അവിടെ നിന്നാണ് വാപ്പയെ അട്ടി ഓടിക്കപ്പെട്ടത്. അവിടേക്ക് തിരിച്ചു കയറാനുള്ള പരിശ്രമമാണ് ദുനിയാവ്. നീ അത് മറന്നുപോകരുത്, ലക്ഷ്യം മറന്നവനായി മറക്കരുത്. അതുകൊണ്ട് 1 മണിക്കൂർ സമയമെങ്കിലും സുബഹിക്ക് ശേഷമെങ്കിലും നീ ഒരു ദിക്റിന് വേണ്ടി മാറ്റിവെക്കും. ഏറ്റവും നല്ല സമയം അതാണ്, ബറക്കത്തുള്ള സമയമാണ്. ഉറക്കം വരും, അത് പിശാചാണ് നിന്നെ കൊണ്ടുവരുന്നത്. ആ പിശാചിനെ മാറ്റി നിർത്തിയിട്ട് സുബഹി അവ്വൽ വഖത്തിലാക്കുക, അതിന്റെ സുന്നത്ത് നമസ്കരിക്കുക, ഫർദ് നമസ്കരിക്കുക. സുബഹിക്ക് ശേഷം 1 മണിക്കൂർ റാഹത്തായിട്ട് ദിക്റിനിരിക്കുക. അതിനെന്ത് വേണം? രാത്രിയിൽ നേരത്തെ ഉറങ്ങണം. ഈ ഉമ്മത്ത് നന്നാകണമെങ്കിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇശായിക്ക് ശേഷം പിന്നെ ദുന്യാവിന്റെ സംസാരം പാടില്ല, മൊബൈൽ മാറ്റിവെക്കുക എന്നുള്ളത്. എന്നാൽ തന്നെ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇശായിന് ശേഷം എന്ത് ചെയ്യണം? മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയേക്കണം. യാ അല്ലാഹ്, അത് മാറ്റിവെക്കുക. ഒരു മൊബൈൽ ഫോൺ, ഒരു ഫൊളിയും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഒഴിവാക്കുക. എന്നിട്ട് ദിക്ർ ഔറാദ് എടുത്ത് പതുക്കെ ഒളു എടുത്ത് നല്ല റാഹത്തായിട്ട് ഉറങ്ങാൻ കിടന്നു. ഇരിപ്പൊക്കെ വിരിച്ച് നേരത്തെ എഴുന്നേക്കുക. രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേക്കുന്ന, അല്ലെങ്കിൽ ഒരു 4:30 എഴുന്നേക്കുന്ന ഒരു ശീലം തുടക്കത്തിൽ അങ്ങനെ കൊണ്ടുപോകാം. കാരണം ഇനി ആയുസ് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണിക്കുന്നത് വരെ നിലനിർത്തിയിരുന്ന അമലാണ് എന്ത്? തഹജ്ജുദ്. ഒരൊറ്റ ദിവസം മുടക്കിയിരുന്നില്ല. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഈ സമുദായത്തിലുള്ള മക്കൾക്ക് മുഴുവനും സുന്നത്താക്കിയതായ തഹജ്ജുദ് എന്ന നമസ്കാരം അല്ലാഹുവിന്റെ റസൂലിന് നിർബന്ധമാണ്. ഒരു ദിവസം പോലും റസൂലുള്ള ഉപേക്ഷ വെക്കാറില്ല. തഹജ്ജുദൊക്കെ പതിവാക്കി വന്നാൽ എത്തേണ്ടടുത്തെത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما മഹ്മൂദാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, രാത്രിയിലുള്ളതാകുന്ന കുറഞ്ഞ സമയം അല്ലാഹുവിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കണേ, ശ്രദ്ധിക്കണേ. തഹജ്ജുദ് പതിവാക്കിയാൽ അസാ അൻ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ. പരിശുദ്ധ പ്രവാചകർക്ക് നൽകപ്പെടുന്നത് പോലെ ഒരു സുദീർഘമാകുന്ന ഒരു തലത്തിലേക്ക് അല്ലാഹു നിന്നെ എത്തിക്കുമേ. നീ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിന്റെ ജീവിതം കരപിടിപ്പിക്കാൻ ഉപകരിക്കുന്ന അമലാണ് തഹജ്ജുദ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വളരെ പ്രയാസം ആണ്. ഞാൻ ആദ്യം ഓതി വെച്ച ഹദീസ്, അസ്സാബിറു അലാ ദീനിഹി കൽ ഖാബിൽ അലൽ ജംറ. സുബഹിക്ക് എഴുന്നേക്കാൻ തന്നെ പ്രയാസം, പിന്നല്ല തഹജ്ജുദ്. 1 മണിക്കൂർ, അരമണിക്കൂർ നേരത്തെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നോമ്പിന് തന്നെ കണ്ടില്ലേ, രാവിലെ എഴുന്നേക്കാൻ ഉമ്മാടെ ഇങ്ങനെ വിളിച്ച് എഴുന്നേറ്റ് ചില കുട്ടികൾ എഴുന്നേറ്റിട്ട് പറയും എനിക്ക് അത്താഴം വേണ്ടെന്ന് പറഞ്ഞു. കാരണം കുറച്ചും കൂടെ ഉറങ്ങാൻ വേണ്ടി. പക്ഷെ ഒരിക്കലും ഒഴിവാക്കരുത്. ഇന്ന ഫി സുഹൂരി ബറക. ആ അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ബറക്കത്തുള്ള ഭക്ഷണമാണ്. അത് നിഷേധിക്കാൻ പാടില്ല, അത് കഴിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ചെമ്പ് കഴിക്കാന്നുള്ളതല്ല, ഒരു കാരക്കെങ്കിലും കഴിക്കാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പല്ല് വെച്ചൊക്കെ വന്നാൽ പിന്നെ ഒരു 1.5 കഴിപ്പാണ്. അങ്ങനെ ആകാനും പാടില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നേറിയാൽ വിജയം ഉറപ്പാണ്. ഒരു സ്തുതിക്കപ്പെടുന്ന സ്ഥാനം നിനക്ക് ഉറപ്പാണ്. നല്ല ഒരു പൊസിഷനിലേക്ക് അല്ലാഹു നിന്നെ എത്തിക്കും. നിന്റെ ജീവിതം എത്തിക്കും, നിന്റെ മക്കളുടെ ജീവിതം എത്തിക്കും, നിന്റെ മരുമക്കളുടെ ജീവിതം എത്തിക്കും, നിന്റെ തലമുറകളെ അല്ലാഹു നന്നാക്കി തരും. ഒന്നാമത്തെ സ്റ്റെപ്പ് എവിടെയാണ്? റബ്ബിലേക്ക് മുഴുകി ജീവിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമിക് സൂഫി സ്റ്റഡി സെന്റർ തുടങ്ങിയിട്ടുണ്ട്. ഒരു ടീം കണ്ടായിരുന്നു നിങ്ങൾ? സോഷ്യൽ മീഡിയ കണ്ടില്ലേ?
കണ്ടില്ലേ? നിങ്ങളാരും കണ്ടില്ലേ? ഇസ്ലാമിക് ബോർഡ്, സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടീം. അല്ല, സെറ്റപ്പായിട്ട് മുടിയൊക്കെ വളർത്തി നല്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ ടീമാണ്. കണ്ടില്ലായിരുന്നു? കള്ള ശൈഖന്മാരാണ്, വ്യാജ ശൈഖന്മാരാണ്. സൂഫിയുടെ മേലിൽ ഇന്ന് ആളുകൾ എന്ത് പറഞ്ഞാലും പിറകിൽ കൂടും. അവരുടെ പിന്നിലുണ്ട് ആലിമീങ്ങളായ ആളുകൾ, സാധുക്കളായ ആളുകൾ, പെട്ടുപോയവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് അവർക്കുള്ള പ്രശ്നം? അവർ പറയുന്നത് മതം വേണ്ട എന്നാണ്. അതാണ് മെയിൻ പ്രശ്നം. മതം വേണ്ട, എല്ലാവരെയും സ്നേഹിച്ചാൽ മതി എന്ന്. അവിടെയാണ് പോയത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ മതം പരിശുദ്ധ ഇസ്ലാമാണ്. ഈ ദീൻ വിട്ടിട്ട് എന്ത് ചെയ്താലും കാര്യമില്ല. സ്നേഹം കൊടുത്തിട്ട് കാര്യമില്ല, സദഖ കൊടുത്തിട്ട് കാര്യമില്ല. ഒരുപാട് ദാനധർമ്മം ചെയ്തു. ഒരാൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ദാനധർമ്മം ചെയ്തു, പക്ഷെ മോമിനല്ല. അയാൾക്ക് ആഖിറത്ത് വല്ല കൂലിയുണ്ടോ? ഒരു കൂലിയില്ല, പൈസ പോയി, അത്രേ ഉള്ളൂ. അതേ സമയത്ത് ഈമാനോട് കൂടിയിട്ടാണ് അയാൾ കൊടുക്കുന്നതെങ്കിൽ 1 രൂപ കൊടുത്താലും അതിന് വലിയ പ്രതിഫലമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ومن يبتغي غير الإسلام دينا فلن يقبل منه. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയതല്ലേ, ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ വിട്ടുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചാൽ മതം വേണ്ട, മനുഷ്യനെ പരസ്പരം സ്നേഹിച്ചാൽ മതി എന്നുള്ള ആശയവുമായി കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക് സൂഫി ബോർഡിന്റെ ആളുകളില്ലേ, വ്യാജമാണ്. പെട്ടുപോകല്ല മുസ്ലിമേ. അത്തരക്കാരെ മാറ്റി നിർത്തൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. മതമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നീ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തോ സ്വീകാര്യമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖബല മിൻ. പരിശുദ്ധമായ ഇസ്ലാം മതത്തെ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ആദർശാശയങ്ങളുമായി കടന്നു വന്നോ അവരിൽ നിന്ന് സ്വീകരിക്കില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവർ ആഖിറത്തിൽ ഏറ്റവും പരാജിതരാണ്. ആരാണ് സ്നേഹിക്കാൻ പഠിപ്പിച്ചത്? ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച വ്യക്തി ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് നിലകൊണ്ട വ്യക്തിയല്ലേ. സ്നേഹമുണ്ട് എനിക്ക് മറ്റൊരാളോട് എന്ന് ഒരു വ്യക്തി നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ പറയുകയാണ്, നീ അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ്. അല്ലാഹു റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് അദ്ദേഹത്തെ പോയി പറയുന്നു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ നിലകൊള്ളുകയും ജനങ്ങളെ തമ്മിൽ പരസ്പരം സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആഖിറം സുനിശ്ചിതമാകുകയുള്ളൂ, പരലോകം രക്ഷ പിടിക്കുകയുള്ളൂ. അല്ലാഹു റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി വര്യനല്ലേ ഉമർ, തങ്ങളുടെ പ്രിയപ്പെട്ട മകനല്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അദ്ദേഹം യാത്രാമത്തിൽ ഒരു ദിമ്മിയായ മനുഷ്യനെ കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ ആ പ്രായമേറെ മനുഷ്യനെ കണ്ടപ്പോ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ചാടിയിറങ്ങുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തലയിൽ വെച്ചിരുന്ന തലയെക്കെട്ട് അദ്ദേഹത്തിന് ധരിപ്പിക്കുകയാണ്. സ്നേഹം വല്ലാതെ വാരിക്കോരി കൊടുക്കുന്നത് കണ്ടപ്പോ ജനങ്ങൾ ചോദിച്ചു പോയി, അബ്ദുല്ലാഹ് മൻ ഹാദാ, ആരാണ് ഈ മനുഷ്യൻ? ദിമ്മിയായ മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്തേ ഈ മനുഷ്യനോട് ഇത്ര വലിയ സ്നേഹം നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ യാത്രാമധ്യയിൽ നിങ്ങൾ സഞ്ചരിച്ചിരുന്നതാകുന്ന ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി നിങ്ങൾ ധരിച്ചിരുന്ന തലപ്പാവ് അദ്ദേഹത്തെ നിങ്ങൾ ധരിപ്പിച്ച് ആദരിച്ചുവല്ലോ. കാരണം എന്താണ്? ഈ സ്നേഹം കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തു എന്താണെന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹ്
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ എൻ്റെ വാപ്പയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സുഹൃത്താണ്. ഈ പ്രായമുള്ള മനുഷ്യൻ പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനാണ്, എൻ്റെ വാപ്പയുടെയും സുഹൃത്താണ്. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ അദ്ദേഹത്തെ ആദരിച്ചത്, സ്നേഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ ബറകതു മഅൽ അകാബിർ, പ്രായമുള്ളവരിലാണ് ബറക്കത്ത്. മുതിർന്നവരെ സ്നേഹിക്കണേ, ആദരിക്കണേ. നോക്കണേ, ഇസ്ലാം മതമുള്ളത് കൊണ്ടാണ്, മതത്തിന്റെ ആശയങ്ങളാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക, ആദരിക്കുക. മതം നോക്കി സ്നേഹിക്കാനല്ല പറഞ്ഞത്, പരിപൂർണമായ സ്നേഹമാണ്. പക്ഷേ സ്നേഹം നൽകുമ്പോ അത് പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ടാവൽ അനിവാര്യമാണ്. അല്ലാത്ത സ്നേഹം പ്രതിഫലമില്ല. കാപട്യമാണ്. നബിതങ്ങളുടെ സുന്നത്തുകളെ പരിപൂർണമായി മുറുകെ പിടിച്ച വ്യക്തിയാണ് മുത്തബിഉസ് സുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചെയ്തിയാണ്, പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഒട്ടകപ്പുറത്ത് ചാടിയിറങ്ങിയിട്ട് തലയെക്കെട്ട് വെച്ച് കൊടുത്തു. എന്തിനെങ്ങനെ ചെയ്തത്? വാപ്പാടെ കൂട്ടുകാരനാണ്, ബഹുമാനിക്കണ്ടേ. വാപ്പാടെ സുഹൃത്താണ്, ആദരിക്കണ്ടേ. നോക്കൂ നിങ്ങൾ, ഈ ഒരു ആശയ ആദർശത്തിലേക്ക് അദ്ദേഹം എത്തിച്ചത് ദീനാണ് മുറുകെ പിടിക്കേണ്ടത്. ദീനിൽ നിന്നുകൊണ്ട് സ്നേഹിക്കാൻ നബി തങ്ങൾ അങ്ങനെ കാണിച്ചു പഠിപ്പിച്ച വ്യക്തിയല്ലേ. നബിയുടെ പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മടിയിലിരുത്തി ചുംബിക്കാൻ. അപ്പോഴാണ് ഒരു കാടത്ത മനോഭാവമുള്ള ഗ്രാമീണ മനുഷ്യൻ അഖ്റാ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നിട്ട് പറയുന്നു, നബിയേ, ഇന്നലി അശറത്തം മിനൽ വലദി മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും. 10 മക്കളുണ്ട്, പക്ഷേ 10 പേരെ ഞാൻ ഇന്നുവരെ ചുംബിച്ചിട്ടില്ല. 10 മക്കളുണ്ട്, തങ്ങളിങ്ങനെ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം. സൃഷ്ടികളോട് കരുണ ചെയ്യാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കാരുണ്യം നൽകും. അതുകൊണ്ട് നീ മക്കളെ ചുംബിക്കണം, എങ്കിലേ നിനക്ക് അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുള്ളൂ. നോക്കൂ, നിങ്ങൾ സ്നേഹം പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇസ്ലാം മതത്തിലേക്ക് വന്ന സ്നേഹമില്ല എന്നല്ല പറയേണ്ടത്, മതത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് വേണം എന്ത് സ്നേഹം. അതുകൊണ്ടാണ് ആ സൂഫി ഇസ്ലാമിക് ബോർഡിനെ ഉലമാക്കളെ എതിർത്തത്. പണ്ഡിത സഫകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരെ ശക്തമായി എതിർക്കാനുള്ള കാരണം എന്തുകൊണ്ട്? മതം വേണ്ട, എന്തു മതി എന്നാണ് അവരുടെ വാദം. പരസ്പരം എല്ലാവരെയും സ്നേഹിച്ചാൽ മതി. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നിലവിൽ വന്നു സംസ്ഥാനത്ത്. അള്ളാഹുവരുടെ ഷെറുകളെ തൊട്ട് നമ്മുടെ ഈ കൗമിനെ കാക്കട്ടെ. അല്ലെ തന്നെ വ്യാജ ത്വരീഖത്ത് കള്ളശൈഖന്മാർ ഇഷ്ടം പോലെയാണ്. ജിന്നുമ്മമാര്, ജിന്നുപ്പമാര് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ മഴയ്ക്കും കിളിർത്തു പൊങ്ങാൻ. എത്രയോ ആളുകൾ അതിൽ പെട്ടുപോയി. എത്രയോ സമ്പത്താണ് ആത്മീയ ചൂഷണം ചെയ്യപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് പരിപൂർണ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ. ഉള്ള കാലഘട്ടം നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറാൻ പരിശ്രമിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഹയർ സെക്കൻഡറി മദ്രസയ്ക്ക് പുതിയൊരു കമ്മിറ്റി പരിപാലന സമിതി വന്നിട്ടുണ്ട്. അവരുടെ ഒരു നേതൃത്വത്തിലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മദ്രസ ഇതേപോലെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച പൂർവ്വസൂരികളാകുന്ന നമ്മുടെ മഹത്തുക്കൾ, മരണപ്പെട്ടുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വളരെ നല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഈ പുതിയ പരിപാലക സമിതികൾക്ക് അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ അടക്കമുള്ള നല്ലൊരു സംഘമാണ് അതിൽ വന്നു ചേർന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മഹല്ലിന് എന്നെന്നും നിലനിൽക്കുന്ന ഒരു ശാക്തീകരണം എന്ന നിലയ്ക്ക്, എപ്പോഴും ഒരു സ്ഥിര വരുമാനം എന്ന നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഒരു ദഅവാ സെന്റർ നിർമ്മിക്കണമെന്നുള്ള വലിയ ആഗ്രഹം അൽഹംദുലില്ലാ അവർക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ വരും സമയങ്ങളിൽ നിങ്ങളുമായി അത് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ചർച്ച ചെയ്യും. പേപ്പർ വർക്കുകളും കാര്യങ്ങളും സ്ഥലമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതുമായി ഇറങ്ങിത്തിരിച്ച് നിങ്ങൾ ഓരോ വീടുകളെയും, 1000-ൽ താഴെയുള്ള 800ഓളം കുടുംബങ്ങൾ നമ്മുടെ മഹല്ലത്തിലുണ്ട്. ഓരോ കുടുംബങ്ങളും ഇൻഷാ അല്ലാഹ് വന്ന് കണ്ട് അതിലൊരു പ്രത്യേകമായ തുക നിങ്ങൾക്ക് കണക്കാക്കി ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 50 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ദഅവാ സെന്ററിലൂടെ കണക്കാക്കപ്പെടുന്നത്. അതിന് ഇൻഷാ അല്ലാഹ് വലിയ മുതൽക്കൂട്ടാണ്. ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതാകുന്ന ആമുഖ ഭാഷണം നടത്തിയിട്ടുള്ളതാകുന്ന പരിപാലക സമിതി അടക്കം പലരും ആ വിഷയം ചൂണ്ടിപ്പറയുകയുണ്ടായി. കാരണം
ലക്ഷങ്ങൾ നമുക്കിന്ന് ചെലവ് വരികയാണ്. ചെലവല്ലാതെ ഒരു വരുമാനം നമ്മുടെ കൈവശമില്ല. ഒരു നിത്യവരുമാനം നമുക്ക് എപ്പോഴും വേണം. എല്ലാ മഹല്ലും അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കും നമ്മളുടെ കാലം എത്തിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല ഒരു മാസവരി എന്നൊക്കെ പറയുന്നത്, അതൊന്നും വലിയ തുകയുമല്ല, അത് കൃത്യമായി കിട്ടുന്നുമില്ല, അത് കിട്ടാക്കനിയായിട്ട് ഇങ്ങനെ കിടക്കും എത്ര നാൾ വേണമെങ്കിലും. അതേ സമയത്ത് ഇതൊരു സിസ്റ്റമായിട്ട്, കാരണം ഇന്നുള്ള ഒരു ദീനാവൂല ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ. ഇപ്പൊ തന്നെ വാതുകൾ കേൾക്കാൻ ആളുകൾക്ക് മടിയാണ്. എല്ലാം വീട്ടിൻ്റെ അകത്തിലിരുന്ന് ഇന്ന് തന്നെ ലൈവ് ഉണ്ടെങ്കിൽ റൂമിലിരുന്നിട്ട് ബെഡേ കിടന്ന് ഇങ്ങനെ റാഹത്തായിട്ട് കിടക്കുക. അതാകുമ്പോൾ കുറച്ചു നേരം ഇതും കാണാം, കുറച്ചു നേരം മമ്മൂട്ടിയും കാണാം, പിന്നെ ലോകയും കണ്ട് അവസാനം കിടന്ന് ലോകം ഇല്ലാതെ കിടന്നുറങ്ങാം. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.